നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. AICC നേതൃത്വം പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ 5 അതിൽ കൂടുതൽ തവണയോ മത്സരിച്ച് ജയിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള നിബന്ധനകൾ തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് ചിരകാലം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനോ അതല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ വർഷം പാർലമെന്ററി ജീവിതം നയിക്കാനോ ഇനിയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ അധികാരമോഹം എന്നത് പാർലമെന്ററി സംവിധാനം മാത്രമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് കടിഞ്ഞാണിടുന്ന സംവിധാനങ്ങൾ കൊണ്ടുവരികയാണ്. ലോക്സഭയിൽ അതുപോലെ തന്നെ നിലവിൽ നിയമസഭാ സാമാജികരായി വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം സേവനമനുഷ്ഠിക്കുന്നവർ ഇവർക്കൊക്കെ കൃത്യമായ നിബന്ധനകൾ ഇതിലൂടെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. അതായത് പറഞ്ഞു വരുന്നത് ആർത്തിമൂത്ത ചില കടൽ കിഴവന്മാരെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, രാജസ്ഥാനിലും അതുപോലെ ഹരിയാനയിലും ഒക്കെ അധികാരം നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്താണ്? ഹരിയാനയിൽ അധികാരം കിട്ടുമായിട്ടും അവിടെ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട സാഹചര്യവും രാജസ്ഥാനിലെ സാഹചര്യവും ഒക്കെ വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു കാര്യം മനസ്സിലാകുന്നു: തുടരെ ജനങ്ങൾ പല നേതാക്കളെയും അവിടെ പ്രധാന സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് നേതൃത്വത്തിൽ യുവ നേതാക്കളെ കൊണ്ടുവരാൻ ഈ പറയുന്ന ഹരിയാനയിലും രാജസ്ഥാനിലും ഒന്നും തയ്യാറാകാത്തത് വലിയ തിരിച്ചടിയായി. BJP നേതൃത്വം ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും 50 വയസ്സിൽ താഴെയുള്ളവരെയാണ് സംസ്ഥാന അധ്യക്ഷ പദവി നൽകുന്നതും എന്തിന് മുഖ്യമന്ത്രി പദം വരെ നൽകുന്നതും. എന്നാൽ കോൺഗ്രസിനകത്ത് ആ മുന്നണി സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ല. ഇപ്പോഴും കടൽ കിഴവന്മാർ പറയുന്ന വാക്കിനാണ് വില. അവർ പറയുന്ന രീതിയിലാണ് ചലനം ആവശ്യമാകുന്നത്. മധ്യപ്രദേശിൽ കമൽനാഥ് പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നേതൃത്വം ഒരു രീതിയിലും ചിന്തിക്കുന്നില്ല. ദിഗ്വിജയ് സിംഗിന്റെ അഭിപ്രായവും കമൽനാഥിന്റെ അഭിപ്രായവും ക്രോഡീകരിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ, പക്ഷെ അത് ജനത അംഗീകരിക്കുന്നില്ല. അതിന്റെ തിരിച്ചടി മധ്യപ്രദേശിൽ ലഭിച്ചു. ഛത്തീസ്ഗഡിലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ. യുവ നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ, യുവ സംഘടനാ ബലം വളർത്തിയെടുക്കാൻ, 2ാം നിരയും 3ാം നിരയും ഒക്കെ വളർത്തിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനായില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിനൊരു ഭാവി ഉണ്ടാകില്ല എന്ന കൃത്യമായ ദിശാബോധം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, രാജസ്ഥാനിൽ മുൻകാലങ്ങളിൽ ചിന്തൻ ശിബിർ നടന്നത് കോൺഗ്രസ് നേതൃത്വത്തെ ബൗദ്ധികമായി ഉണർത്തിയെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളുടെ ഒരു സാഹചര്യം വിലയിരുത്താനും അതുപോലെ ആ തീരുമാനങ്ങളുടെ ആ അഭിപ്രായങ്ങളുടെ ഒരു സംവേദനമാണ് അവിടെ ക്രോഡീകരിച്ചിരുന്നത്. അത്തരമൊരു തീരുമാനം മാത്രമല്ല, പ്രായോഗികമായ നടപ്പാക്കൽ കൂടി തുടരേണ്ടതായി ഉണ്ട് എന്ന് മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഇത് രാഹുൽ ഗാന്ധിയെയും അതുപോലെ ഖാർഗെയെയും പ്രധാനികളായ നേതാക്കളെയും ധരിപ്പിക്കുകയാണ്.